الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا وأنا منا الصالحون ومنا دون ذلك كنا طرائق كددا. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ള നമ്മുടെ ആയുസ്സിനെ എപ്രകാരം അവന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുവാനാണോ ആജ്ഞാപിച്ചിട്ടുള്ളത്, അപ്രകാരം ജീവിതത്തിലുടനീളം നമ്മൾ ഓരോരുത്തരും മുത്തക്കികളായി ജീവിക്കുക. ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണം നമ്മളോടൊപ്പം ഉണ്ട് എന്നതായിരിക്കണം ഏറ്റവും വലിയ ഓർമ്മ. ആ യാഥാർത്ഥ്യത്തിന് നമ്മൾ ഓരോരുത്തരും എപ്പോഴാണോ കീഴ്പ്പെടുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, അതിശക്തിയായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്. വർത്തമാനകാല ലോകത്ത് ധാരാളം സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. പ്രാദേശികവും ദേശീയവും അന്തർദേശീയപരമായിട്ടുമൊക്കെ ചിന്തിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരുപാട് വിഷയങ്ങളെയാണ് നമ്മുടെ കൺമുന്നിലേക്ക് ദിനേന എന്നോണം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. പ്രാദേശികമായി താൽക്കാലികമായ വിഭവങ്ങൾക്കോ അധികാരങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ഒക്കെ വേണ്ടി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന
രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്ര നേതാക്കളുമായിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുടെ പാരമ്യതയിലാണ് കേരളം ഇന്ന് നിലനിൽക്കുന്നത്. ഒരു സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചിട്ടും അല്ലെങ്കിൽ അതിനെ അതിതീവ്രമായ ഭാഷകൾ കൊണ്ട് പബ്ലിക്കായി വന്നിരുന്ന് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടും ഭരണകൂടം കണ്ടില്ല എന്ന മട്ടിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. വളരെ നിസ്സാരപരമായ വിഷയങ്ങളിൽ വരെ കൊല്ലും കൊലയും നടക്കുന്നതാണ് ഓരോ പ്രഭാതത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എന്തിനു വേണ്ടി കൊല്ലുന്നുവെന്ന് കൊല്ലുന്നവനും എന്തിനു വേണ്ടി തങ്ങൾ കൊല ചെയ്യപ്പെടുന്നുവെന്ന് കൊല്ലപ്പെടുന്നവരും തിരിച്ചറിയാത്ത ഒരു കാലം. അത്ര നിസ്സാരമേൽ മനുഷ്യൻ കാരുണ്യം വറ്റിപ്പോയ, കരുണ നിലച്ചു പോയ കൊലകളെ കുറിച്ചാണ് നമുക്ക് വായിക്കേണ്ടി വരുന്നത്, കാണേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരുന്നത്. ദേശീയമായി നമ്മളിങ്ങനെ ഇന്ത്യ രാജ്യത്ത് നോക്കിയാൽ സംഭാൽ മുതൽ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ നിലകൊള്ളുന്ന സംസ്ഥാനങ്ങളിൽ ഉയർത്തിയെടുക്കുന്ന പുതിയ പുതിയ നിയമങ്ങൾ, ചുട്ടെടുക്കുന്ന പുതിയ പുതിയ നിയമങ്ങൾ ജാർഖണ്ഡിലായാലും ആസാമിലായാലും ബീഹാറിലായാലും യു പിയിലായാലും ഒക്കെ ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യത്ത് മഹത്തായ ഒരു ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് ഭരണം നടത്തണം എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ കൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മേൽ അന്യായമായ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിനെല്ലാം മുകളിൽ എല്ലാവർക്കും ചിന്തിക്കാൻ, എല്ലാവർക്കും പാഠം ഉൾക്കൊള്ളാൻ, എല്ലാവരിലേക്കും ഒരു പുനർവിചിന്തനത്തിന് അന്തർദേശീയ തലത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ലോസ് ആഞ്ചലോസിലെ അഗ്നിനാളങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിലെ സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചവരുടെ കൊട്ടാര സദൃശ്യമായ എല്ലാം അഗ്നിനാളങ്ങൾ ഇങ്ങനെ വിഴുങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രം എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ പാഠങ്ങൾ എനിക്കും നിങ്ങൾക്കുമാണ് ഉപകാരപ്പെടുക. പ്രമാണ വായനയിൽ നിന്ന്, വേദവെളിച്ചത്തിൽ നിന്ന്, ഖുർആനിന്റെ അവതരണ മാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ, അവസാനത്തെ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ നമ്മളോടാണ് സംസാരിച്ചത്. ഇതിലെല്ലാം നമുക്ക് തികഞ്ഞ പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് തികഞ്ഞ ഓർമ്മയോടുകൂടി മുന്നോട്ട് പോകാനുണ്ട് എന്ന ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയുമാണ് ഖുർആൻ ഏൽപ്പിക്കുന്നത്. ഒന്നിനെയും നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ടതില്ല. ഫലസ്തീനിന്റെ മണ്ണിൽ പിഞ്ചോമന മക്കളുടെ ചോര ചിന്തിയതിന്റെ പരിണിതിയാണ്, ശിക്ഷയാണ് എന്ന് നമ്മൾ പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിൽ അതിന്റെ 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്നിലെ 10-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുകയാണ്, തീർച്ചയായും എന്തിനാണതെന്ന് നമുക്കറിയില്ല. സൽമാൻ രാജാവിന്റെ കൊട്ടാരം ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. ബില്യൺ കണക്കിന് ഡോളറുകൾ കൊണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഭൂമിയിലെ സ്വർഗത്തിൽ പോയി കൊട്ടാര സദൃശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സുരക്ഷിതമാണ് എന്ന് ധരിച്ചിരുന്ന പലതിനെയും നിമിഷ നേരങ്ങൾ കൊണ്ട് കത്തിച്ചാമ്പലായി പോകുന്ന ചിത്രം
ലോകത്തിന്റെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത്. നിശ്ചയം നമുക്കറിയില്ല, നമുക്കറിഞ്ഞുകൂടാത്തതാണ്. അശ്ശറുൻ, അതിൽ തിന്മയാണോ ഉള്ളത്? അല്ലാഹു തആല അവന്റെ ഭാഗത്ത് നിന്നുള്ളൊരു നാശമാണോ, ഒരു തിന്മയാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഒരു ശിക്ഷയാണോ നമുക്കറിയില്ല. നമ്മൾ അറിയാത്തതിനെ കുറിച്ച് നമ്മൾ പറയണ്ട. അതല്ല, ഉരീദ ബിമൻ ഫിൽ അർദ്, ഈ ഭൂമിയിൽ വസിക്കപ്പെടുന്നവരെ അല്ലാഹു തആല ഉദ്ദേശിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ശർറാണോ അല്ലാഹു തആല അതിൽ വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അം അറാദ ബിഹിം റബ്ബുഹും റസദ, അതല്ല, അത്തരം സംഭവങ്ങൾ അല്ലാഹു തആല പറഞ്ഞയക്കുന്നത് അവന്റെ നിശ്ചയപ്രകാരം, അവന്റെ തീരുമാനപ്രകാരം അത് നടക്കുന്നത് സന്മാർഗം അവർക്ക് ലഭിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചതിന്റെ പേരിലാണോ? ഷർറിന്റെ പേരിലാണോ? ഹൈറിന്റെ പേരിലാണോ? ഷർറായിട്ട് അല്ലാഹു തആല ശിക്ഷയായി അവതരിപ്പിച്ചതാണോ? അതല്ല ശിക്ഷയായി ഇറക്കിയതാണോ? അതല്ല റസദ, എനിക്കും നിങ്ങൾക്കും കൃത്യമായ സന്മാർഗത്തിന്റെ മാർഗം ഉൾക്കൊള്ളാൻ, എന്നെയും നിങ്ങളെയും റുഷ്ദിന്റെ മാർഗത്തിലൂടെ, സന്മാർഗത്തിന്റെ മാർഗത്തിലൂടെ, വിവേകപൂർണമായ മാർഗത്തിലൂടെ ഞാനും നിങ്ങളും മുന്നോട്ട് പോകാൻ അല്ലാഹു തആല പറഞ്ഞയച്ചതാണോ എന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കുന്നില്ല എന്ന് ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, തീർച്ചയായും നമ്മളിൽ നല്ലവരായ ആളുകളുണ്ടല്ലോ. ഫലസ്തീന്റെ മണ്ണിൽ ആ വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ അമേരിക്കയുടെ പല ടൗണുകളിലും പ്രതിഷേധങ്ങളായിരുന്നു. ലോസ് ആഞ്ചലസ് ഉൾപ്പെടെ, ന്യൂയോർക്ക് സിറ്റി ഉൾപ്പെടെ, വാഷിംഗ്ടൺ ഉൾപ്പെടെ, അങ്ങനെ പല സിറ്റികളിലും ഈ കിരാതമായ, ക്രൂരമായ ഈ നടപടികൾക്കെതിരിൽ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആളുകൾ അവർ തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ട് ഈ വർഗീയ കോമരങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഈ ദുഷ്ടശക്തികൾക്കെതിരിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിയവരുണ്ട്. നമ്മൾ പ്രാർത്ഥന കൊണ്ട് പ്രതിഷേധം അല്ലാഹുവിലേക്ക് പറഞ്ഞപ്പോൾ, പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ, നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികളല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ തീർച്ചയായും ഈ കിരാതമായ സംഗതിയെ അപലപിച്ചുകൊണ്ട് അവരുടേതായ പ്രതിഷേധങ്ങൾ നടത്തിയവരുണ്ട്. അപ്പൊ ശിക്ഷ അവർക്ക് മാത്രമാണെന്ന് പറയല്ലേ, അതൊരു ശിക്ഷയാണ് എന്ന് പറയല്ലേ ഖുർആൻ പറയല്ലേ, അങ്ങനെ പറയല്ലേ. അതിൽ കൃത്യമായ ചില പാഠങ്ങൾ ലോക മനസ്സാക്ഷി, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യവർഗത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅന്നാ മിന്നസ് സ്വാലിഹൂൻ, നമ്മളിൽ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ. വമിന്നാ ദൂന ദാലിക്, എന്നിട്ട് ഖുർആന്റെ ഒരു പ്രയോഗം, നമ്മളിൽ സ്വാലിഹീങ്ങളല്ലാത്തവരുമുണ്ടല്ലോ. ലോസ് ആഞ്ചലസിൽ മാത്രമല്ല, അല്ല, തീർച്ചയായിട്ടല്ല, എന്റെയും നിങ്ങളുടെയും ഇടയിലുണ്ട്. ഞാനും നിങ്ങളുമാകുന്ന പലരുടെയും ജീവിതത്തിന്റെ പല മേഖലകളും ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരുപാട് ലോകത്തുണ്ട്. അതും അല്ലാഹു തആല അംഗീകരിക്കാണ്. എന്നാൽ അതുപോലെ തന്നെ മിന്നാ ദൂന ദാലിക്, അങ്ങനെ അല്ലാത്തവരുണ്ട്. അങ്ങനെ അല്ലാത്തവരിൽ ഞാനുണ്ടോ? നിങ്ങളുണ്ടോ? എന്റെ മക്കളുണ്ടോ? നമ്മുടെ മക്കളുണ്ടോ? ആലോചിക്കണ്ടേ? ഇന്ന് അവിടെയാണ് അല്ലാഹുവിന്റെ ശർറ് ഇറങ്ങിയത് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, പ്രസംഗിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ കരുതുന്നതെങ്കിൽ, നാളെ എനിക്കും നിങ്ങൾക്കും ഇറങ്ങില്ല എന്ന് പറയാനുള്ള സ്വാലിഹാത്തിന്റെ പ്രവർത്തനങ്ങളിലും സ്വാലിഹീങ്ങളുടെ ജീവിതത്തിലുമാണ് ഞാൻ നിങ്ങളും. ചിന്തിക്കണം, നന്നായി ചിന്തിക്കണം. അല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും ഇതുപോലെയുള്ളതായ ഒരു ശർറ് അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകുമോ?
അതിൽ നിന്ന് മുക്തമാകുമാറ്, അതിൽ നിന്ന് തീർച്ചയായും നമ്മൾ രക്ഷപ്പെടുമാറുള്ള അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം വിശ്വാസത്തിന്റെയും കർമ്മങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും സാമ്പത്തികമായ ഇടപാടുകളുടെയും ഒക്കെ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അതാണ് നമ്മുടെ വിഷയം. ഈ ദീനിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. വലാ തത്തബിഊ ഖുതുവാത്തിശ് ശൈത്വാൻ. ജീവിതത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ ചില സ്വാലിഹായ അമലുകൾ ചെയ്ത് ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിൽ ശൈത്വാനിന്റെ കാലടികൾ പിന്തുടരുന്നവരായിട്ട് വിശ്വാസികളെ നിങ്ങൾ ആയിത്തീരരുത്, നിങ്ങൾ മാറിത്തീരരുത് എന്ന് ഖുർആൻ പറഞ്ഞത് എന്നോടാ. ഞാൻ വിശ്വാസിയാണെങ്കിൽ നമ്മളോടാ പറഞ്ഞത്. പക്ഷെ എനിക്കും നിങ്ങൾക്കും ആത്മാർത്ഥമായി അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഇസ്ലാമികമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് സൽക്കർമ്മപൂരിതമായ സൽക്കർമ്മ നിരതമായ ഒരു ജീവിതത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ കഴിയുമോ? ആ ഒരു റുഷ്ദിന്റെ വഴി അല്ലാഹു തആല ഇതുപോലെയുള്ളതായിട്ടുള്ള പരീക്ഷണങ്ങളിൽ തീർച്ചയായും അവൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, അവൻ നിർണയിച്ചു വെച്ചിട്ടുണ്ട്, നമ്മളോട് കണ്ടെത്താൻ പറയുന്നുണ്ട്. അത് കണ്ടെത്തിയിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സ്വാലിഹീങ്ങളായി ജീവിക്കണം എന്ന് അല്ലാഹു തആല നമ്മളോട് സൂചിപ്പിക്കുക. അതല്ലാത്ത കർമ്മങ്ങളിലേക്കല്ല പോകേണ്ടത്, അതല്ലാത്തൊരു ജീവിതത്തിലേക്കല്ല പോകേണ്ടത്, അതല്ലാത്ത ഒരു ദുഷ്കർമ്മിയുടെ ജീവിതത്തിലേക്കല്ല പോകേണ്ടത് എന്ന് ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ആയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, കുന്നാ തുറായിക കിദദ. ഭിന്നമായ ധാരാളം മാർഗങ്ങൾ നാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭിന്നമായ കിദദ എന്ന് പറഞ്ഞാൽ അതാണ് വ്യത്യസ്തമായ ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് ത്വരീഖുകൾ ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം ഏതാ? ഞാൻ സ്വീകരിക്കേണ്ട മാർഗം ഏതാ? എന്റെ കുടുംബം സ്വീകരിക്കേണ്ട മാർഗം ഏതാ? ഞാൻ നിലകൊള്ളുന്ന എന്റെ നിലപാടുകൾ ഏതായിരിക്കണം? ഏത് ത്വരീഖായിരിക്കണം? അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗമായിരിക്കണം. ആ ത്വറായിക്ക് ഭിന്നമായ ഒരുപാട് മാർഗങ്ങളിൽ നമ്മൾ കണ്ടുവന്നത്, നമ്മൾ ശീലിച്ചത്, നമ്മൾ പാരമ്പര്യമായി നമ്മൾ അനുഭവിച്ചത്, അത് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പോകലും സാമ്പത്തികമായ വിഷയങ്ങളിൽ എല്ലാവിധ അഴിമതികൾ നിർവഹിക്കലുമാണ് എന്ന് പറയുന്ന ഒരു മാർഗമാകരുത്. അല്ലെ? അങ്ങനെയാണല്ലോ നമ്മൾ പലതും, നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളും അങ്ങനെയാണല്ലോ. ഒരു ഭാഗത്ത് ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുന്നു, നമുക്കിഷ്ടമുള്ളത് മറുമാർഗം അള്ളാഹുവിന്റെ ദീനിൽ നമ്മളോട് പഠിപ്പിച്ചത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അങ്ങനെയല്ല ഞാൻ സ്വീകരിക്കേണ്ടത്. നമ്മൾ സ്വീകരിക്കേണ്ടത് നിശ്ചയമായും സ്വാലിഹീങ്ങളുടെ മാർഗമായിരിക്കണം. അതാണ് സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗം എന്ന് പറയുന്നത്. അവരങ്ങനെയായിരുന്നു. അല്ലെ? നമ്മൾ ഒരുപാട് ആഴ്ചകളിൽ നമ്മൾ അവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് കേട്ടതാണ്. അവരുടെ ഇടപാടുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് കേൾക്കാം. അവരുടെ ഓരോ മേഖലകളും നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയാൽ നക്ഷത്ര തുല്യരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബ ഈ ലോകത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ത്വരീഖിന് ആ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ മാർഗങ്ങളെ മുഴുവൻ കൈയൊഴിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ മാർഗത്തിലൂടെ അവർ ജീവിച്ചു കാണിച്ചു. അങ്ങനെ ജീവിച്ചു കാണിക്കാൻ വേണ്ടിയാണോ? നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള ശിക്ഷകൾ അല്ലാഹു തആല ഇടക്കിടക്ക് ഓരോരുത്തർക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, നല്ല ഒരു മാർഗത്തെ കൂടുതലായി നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി തീരുമാനമെടുത്ത് ആ മാർഗത്തിലേക്ക് നമ്മൾ കൂടുതൽ നന്നായി പ്രവേശിക്കാൻ വേണ്ടിയാണോ അല്ലാഹു തആല ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. എന്താണ് ആ പ്രയോഗം? വൈദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയ. ഒരു മനുഷ്യവാസ കേന്ദ്രം നശിപ്പിക്കണമെന്ന് നാം തീരുമാനിച്ചാൽ, നാം നിശ്ചയിച്ചാൽ, അത് ലോസ് ആഞ്ചലോസ് ആയാലും
ഇനി നാളെ വേറെ ഏതെങ്കിലും ഒരു സിറ്റി ആയാലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രാമമായാലും മനുഷ്യവാസമുള്ള ഒരു ഇടം അല്ലാഹു തആല നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർന നാം ആ നാട്ടിലേക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞു. കൊട്ടാര സമാനമായ സുഖാഡംബരങ്ങൾ നിറഞ്ഞ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുമാറുള്ള ഒരുപാട് സംഗതികൾ നാം അവർക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കും, സമൃദ്ധമായി നൽകിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഖുർആൻ പറയണേ മുത്തറഫീഹ, എന്നിട്ട് കുറെ സുഖലോലുപന്മാരായിട്ടുള്ള, കുറെ ആഡംബരപ്രിയരായിട്ടുള്ള, കുറെ അടിച്ചു പൊളിക്കാരായിട്ടുള്ള ആളുകളെയും നമ്മൾ ആ നാട്ടിൽ ഉണ്ടാക്കും. അല്ലെ? സൗദി ഖാദിമുൽ ഹറമൈനാണ്, ഖാദിമുൽ ഹറമൈനിയാണ്. നമുക്കറിയാം, ഹറമിൽ പോകുന്നവർക്കറിയാം എന്തെല്ലാം സേവനങ്ങൾ. പക്ഷെ ബില്യൺ ഡോളർ കണക്കിന് വില വരുന്ന കൊട്ടാരങ്ങൾ അവിടെ പണിതിടുന്നത് എന്തിനാ? ഫക്കീറന്മാരായി ജീവിച്ചു പോയ ഉലമാക്കളുടെ, അമീറുൽ മുഅ്മിനീന്മാരുടെ കഥ പറയുന്ന ഹറമിന്റെ മിമ്പറുകളും ഹറമൈനിയുടെ മിമ്പറുകളും നിലനിൽക്കുമ്പോഴും അവിടെ തീർച്ചയായും അതിന്റെ സേവനങ്ങൾ ഒരു ഭാഗത്ത് നിർവഹിക്കുമ്പോഴും മറുഭാഗത്ത് മുത്തറഫീഹ, ആഡംബരപൂർണമായ ജീവിതത്തോടുള്ള തീരാത്ത കൊതി അവർക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും നിങ്ങൾക്കും. ഞാനും നിങ്ങളുടെ ഒരു നാടിനെ നശിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ ഇങ്ങനെ സുഖലോലുപന്മാരായ ഒരു വിഭാഗത്തിന് ധാരാളമായി അല്ലാഹു തആല അങ്ങനെ സമൃദ്ധമായ അവസ്ഥകൾ നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ നാട്ടിൽ അവരെല്ലാവിധ തോന്നിയവാസങ്ങളിലും എല്ലാവിധത്തിലുമുള്ള അധാർമികതകളിലും അവർ മുഴുകും. ഓരോ വിവാഹവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്നലെ വന്ന വാർത്ത, കണ്ണൂർ ജില്ലയിലെ അതിഭീകരമായ വിവാഹത്തിന്റെ വീട്ടിൽ നിന്ന് പൊട്ടിയ വെടിയൊച്ച കേട്ടിട്ട് വളരെ ചെറിയ ഒരു പൈതൽ ICUവിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട വാർത്തയാണ്. എന്തിന്? മുസ്ലിം കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹത്തിൽ കരിമരുന്ന് പ്രയോഗത്തിന്റെ സൗണ്ട് പോരാ. അതുകൊണ്ട് എല്ലാവരേക്കാൾ വലിയ സൗണ്ടിലായിരിക്കണം എന്റെ മകന്റെ വിവാഹം നടക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന മുത്തറഫീങ്ങൾ അവർ ഈ നാട്ടിൽ കിടന്നിട്ട് എല്ലാവിധ അധാർമികതകളും എല്ലാവിധ അനാവശ്യങ്ങളിലും എല്ലാവിധ തോന്നിയവാസങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുക. ഒരു നാടിനെ നശിപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചാൽ അങ്ങനെയാണ് അല്ലാഹു തആല ആദ്യം ഉണ്ടാക്കുന്ന നടപടി. കേരളത്തിലെ മുസ്ലിം മഹല്ലുകളിൽ, കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ആഘോഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഫുസൂക്ക്, ഈ പറയുന്ന അധാർമികത, ഈ പറയുന്ന തോന്നിയവാസം ഇല്ല എന്ന് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയാം. ഇല്ലാത്തത് എത്ര ശതമാനം ഉണ്ടാകും, ഉള്ളത് എത്ര ശതമാനം ഉണ്ടാകും? ഞാൻ എന്റെ കണക്ക് പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ പങ്കെടുക്കുന്നതാണ് കല്യാണങ്ങളിൽ. വിവാഹമാണ് അവിടെ ഏറ്റവും വലിയ വിഷയം. ഞാൻ എന്നും പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയണേ, തീർച്ചയായും അങ്ങനെ ആ ജനവാസ മേഖലയിൽ അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ടു വരും. എന്താണ് ആ വാക്ക്? അത് ശിക്ഷയുടെ വാക്കാണ്, അത് നാശത്തിന്റെ വാക്കാണ്. ഇനി മതി എന്ന് അല്ലാഹു തആല തീരുമാനിച്ചുകൊണ്ട് അവരെ പിടിക്കുന്ന, അവരെ വിഴുങ്ങുന്ന, അവരെ ഇല്ലായ്മ ചെയ്യുന്ന വലിയ ഒരു വാക്ക് അല്ലാഹു തആല ആകാശ ലോകത്ത് നിന്ന് പുറപ്പെടുവിക്കും. അല്ലാഹുവിന്റെ ആ പുറപ്പെടുവിക്കൽ ഭൂമിയിൽ ആ ജനവാസ മേഖലയെ അല്ലാഹു തആല തീർച്ചയായും ഒന്നുമല്ലാതാക്കി തീർക്കും. ഫദമ്മർനാഹാ തദ്മീറ, 17-ാമത്തെ അധ്യായം സൂറ ഇസ്രാ 16-ാമത്തെ വചനം അല്ലാഹു തആല പറയുകയാണ്, അവരൊന്നുമല്ലാത്ത ഒരു തകർക്കപ്പെടും. കാണുന്ന ചിത്രങ്ങൾ സത്യത്തിൽ നമ്മൾ വെറുതെ നമ്മൾ ടിവിയിലൂടെയോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ലോസ് ആഞ്ചലോസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കിയാൽ ഫദമ്മർനാഹാ തദ്മീറ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ആഴം മനസ്സിലാകും. അല്ലെ? ഒന്നുമല്ലാത്ത ഒരു തകർക്കൽ.
ഒന്നിനും കൊള്ളാത്ത ഒരു തകർച്ച. ആ തകർച്ചയിലേക്ക് നാം അവരെ തകർത്ത് കളയും. ആ ജനവാസ മേഖലയെ നാം തകർത്ത് കളയും എന്ന് ഖുർആൻ പറയുന്നു. വിനയത്തോടുകൂടി, എളിമയോടുകൂടി, താഴ്മയോടുകൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം അങ്ങനെയാണ് നമ്മോട് ജീവിക്കാൻ പറഞ്ഞത്. പൊങ്ങച്ചത്തോടു കൂടിയല്ല, കിബറോട് കൂടിയല്ല, അഹങ്കാരത്തോടു കൂടിയല്ല. മുഖ്താൽ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു നിലപാടെയല്ല വിശ്വാസിയുടേത്. മറിച്ച് വളരെ ലളിതമായി ജീവിക്കാൻ കഴിയുന്ന, വളരെ സാത്വികനായി ജീവിക്കാൻ കഴിയുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള തികഞ്ഞ ബോധത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ആ ഒരു എളിമത്വത്തിലേക്കുള്ള സന്മാർഗ ദർശനത്തിനു വേണ്ടിയാണ് അള്ളാഹു തആല ഇതുപോലെയുള്ള എല്ലാ സംഗതികളെയും നമുക്ക് മുന്നിൽ അള്ളാഹു പാഠമായി വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിയായ പാഠം ഉൾക്കൊള്ളേണ്ടവർ ഞാനും നിങ്ങളുമാണ്. ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള പാഠമാണ്. മരണപ്പെട്ടവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ അരികിലേക്ക്, അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. തിരിച്ചെത്താതെ ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അള്ളാഹു തആല ശരിയായ സന്മാർഗത്തിന്റെ, വിവേകത്തിന്റെ, വിവേചനപരമായിട്ടുള്ള ഏറ്റവും നല്ല റുഷ്ദിന്റെ മാർഗം സ്വീകരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത്. അങ്ങനെ ആ മാർഗം സ്വീകരിച്ച് കൂടുതൽ സ്വാലിഹീങ്ങളായി, കൂടുതൽ സൽക്കർമ്മകാരികളായി, സൽക്കർമ്മ നിരതരായി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അള്ളാഹു തആല താല്പര്യപ്പെടുന്നത്. വിഷയങ്ങളെ പ്രാദേശികമായ വിഷയമായാലും ശരി, ദേശീയപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളായാലും ശരി, അന്തർദേശീയപരമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിലും ശരി, ഇതിലെല്ലാം ജീവിച്ചിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഗുണപാഠത്തെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി, യഥാർത്ഥ സ്വാലിഹീങ്ങളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കുവാനുള്ള തൗഫീഖും തദനുസൃതമായി പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിലായ ഒരു ജീവിതം നയിക്കുവാനുള്ള തൗഫീഖും രണ്ടും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه وسلم. أما بعد اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ നിർദ്ദേശങ്ങൾ ശരിയാം വണ്ണം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടുവാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വഹാബയോട് അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന വിശ്വാസികളല്ലാത്ത ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുത്തക്കികളായിട്ടുള്ള വിശ്വാസികളോട് ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട്, യഹൂദ ക്രൈസ്തവരുൾപ്പെടെ, ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. അങ്ങനെ ഒരു ബഹുമത സമൂഹത്തിലേക്ക്, മദീനയിലേക്ക് അവരെത്തി. മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുമുണ്ട്, യഹൂദന്മാരും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകളും കുറച്ചൊക്കെയുണ്ട്. ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കപ്പെട്ടു, ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്, എന്താണ് അവൻ വാനലോകത്ത് നിന്ന് നിങ്ങൾക്ക് ഇറക്കി തരുന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടു. ഖാലു, അവർ പറഞ്ഞു, ഖൈറൻ, നല്ലത് മാത്രം, നല്ലത്. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചാൽ നല്ലത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടൂ. ഒരു തിന്മയും അല്ലെങ്കിൽ ഒരു കുറ്റവും ഞങ്ങൾക്ക് ചെയ്ത് ജീവിക്കേണ്ടി വരില്ല. ഹസനത്താണ് ഞങ്ങൾക്ക് അല്ലാഹു തആല വാനലോകത്ത് നിന്ന് അവതരിപ്പിച്ചു തന്നത്.
എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു വലദ്ദാറൽ ആഖിറ, ഇനി മരണാനന്തര ജീവിതത്തിലാകട്ടെ ഞങ്ങൾക്ക് പരലോകത്ത് ഏറ്റവും നല്ല ഭവനമാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു ഖൈറുൻ, ഇരു ലോകത്തും നന്മയാണ്. വലനിഅമ ദാറുൽ മുത്തഖീൻ, തിന്മയെ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് എത്രയോ നല്ല ഭവനമാണ് നാളെ പാരത്രിക ലോകത്ത് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വചനത്തിൽ ഒരു പ്രതിപാദ്യമുണ്ട്. ഇസ്ലാം നല്ലത് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവര്, ഇസ്ലാമിൽ നല്ലത് മാത്രമേ ഉള്ളൂ. എവിടെയും, അത് വിശ്വാസ രംഗമാണെങ്കിലും ശരി, അനുഷ്ഠാന രംഗമാണെങ്കിലും ശരി, മറ്റ് കൊള്ളക്കൊടുക്കുകളുടെ മറ്റ് മേഖലകളുടെ നമ്മൾ പറയുന്ന എണ്ണി നമ്മൾ പറയുന്ന എല്ലാ മേഖലകളിലും ഇസ്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നല്ലത് മാത്രമേ ഉള്ളൂ. നല്ലതല്ലാത്തത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാ. നല്ലതല്ലാത്തത് നമ്മുടെ ഏച്ചുകെട്ടലാണ്. പണ്ഡിതന്മാരെ വെച്ച് കെട്ടിയാലും ശരി, നേതാക്കന്മാരെ വെച്ച് കെട്ടിയാലും ശരി, സംഘടനകൾ വെച്ച് കെട്ടിയാലും ശരി, കുടുംബങ്ങൾ ഉണ്ടാക്കിയാലും ശരി, നല്ലതല്ലാത്തതാണോ അത് ഇസ്ലാമല്ല. നല്ലത് മാത്രമേ, ഹൈറും ഹസനത്തുമായത് മാത്രമേ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയാണ് അവതരിച്ചു കിട്ടിയത് എന്ന് സ്വഹാബ പറഞ്ഞതാ. സ്വഹാബ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള മറ്റ് മതവിശ്വാസികളായിട്ടുള്ള ആളുകളോട് അവർ പറഞ്ഞതാ. എനിക്കും നിങ്ങൾക്കും അതുപോലെ പറയാൻ കഴിയണം. ഞങ്ങളുടെ മതത്തിൽ നല്ലത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, ഞങ്ങൾക്ക് ഇന്നതുപോലെയാണ് പ്രവർത്തിക്കേണ്ടത്, ഞങ്ങൾക്ക് ഇന്ന സ്വഭാവമേ സ്വീകരിക്കാൻ കഴിയും. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു കൊച്ചു വിഭാഗം, അങ്ങനത്തെ നമ്മൾ സ്വപ്നം കാണുന്നതാണ്. അങ്ങനത്തെ ഒരു കൊച്ചു വിഭാഗം നമ്മുടെ വിവാഹങ്ങള്, നമ്മുടെ ഭവനങ്ങള്, നമ്മുടെ വാഹനങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മൾ നിലകൊള്ളുന്ന സംഘടനകള്, നല്ലത് മാത്രം നമ്മളിൽ നിന്ന് ഈ ലോകത്തിന് കിട്ടുകയും തിന്മകൾ മുഴുവൻ നമ്മളിൽ നിന്ന് ഒരിക്കലും കാണേണ്ടി വരാത്ത ഒരു സുന്ദരമായ, അവിടെ സമാധാനക്കേടുകൾ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴെല്ലാം നമ്മൾ ആ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ച് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ശരിയായ വിശ്വാസം മുറുകെ പിടിച്ച് ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കേണ്ടത്. അതായിരിക്കണം ഞാൻ, അതായിരിക്കണം നിങ്ങൾ, അതായിരിക്കണം എൻ്റെ കുടുംബം, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ് ഇസ്ലാം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. അത്തരമൊരവസ്ഥയിലേക്ക് നമുക്ക് ഉയർന്ന് ചിന്തിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും, ആത്മാർത്ഥമായി അതിനുവേണ്ടിയുള്ള പരിശ്രമം, വിശ്വാസത്തെ ഒരുക്കി വെച്ച് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും അള്ളാഹു അവതരിപ്പിച്ച ഏറ്റവും നല്ലതിനെ കൊണ്ട് പരുവപ്പെടുത്തിയെടുക്കാൻ, പാകപ്പെടുത്തിയെടുക്കാൻ, അതിൽ സന്തോഷം കണ്ടെത്തി ആ സന്തോഷത്തിലായി കൊണ്ട് പ്രവർത്തിച്ച് മുന്നേറാൻ, അങ്ങനെ ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായ ഒരു ജീവിതം നയിച്ച് ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ മരണം വരിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അല്ലാഹു തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, അല്ലാഹു തആല പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ സന്താനങ്ങളിലാണ്, മക്കളിലാണ്, തലമുറകളിലാണ്. എപ്പോഴും അവർ ഈ ദീനിലേക്ക് ചേർന്ന് നിൽക്കുകയും ഈ ദീനിനെ മുറുകെ പിടിക്കുകയും അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ പ്രവർത്തനങ്ങൾ വലിയൊരു ആശ്വാസമായി, വലിയൊരു മുതൽക്കൂട്ടായി നാളെ പാരത്രിക ലോകത്തേക്ക് അല്ലാഹു തആല നമുക്ക് കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. ഒരിക്കലും ഈ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരുടെയോ ഈ ദീനിനോട് എതിരായി നിൽക്കുന്നവരുടെയോ ഈ ദീൻ അനുസരിക്കാതെ അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാമിനെ കൈയൊഴിച്ചു കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിലോ ഒരിക്കലും നമ്മളോ നമ്മുടെ സന്താനങ്ങളോ തലമുറകളോ പെട്ടുപോകാതെ അള്ളാഹു തആല കാവലേർപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, ആ തീരുമാനങ്ങൾക്കനുസരിച്ച് ഏറ്റവും നന്നായി പരിശ്രമിച്ച് ജീവിക്കുന്നവരാകാൻ അല്ലാഹു തആല നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات
أحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.